എപ്പോഴും ബിഗിനേഴ്സിന് ഏറ്റവും എളുപ്പം ലൈനിങ്ങിൽ കറക്റ്റായിട്ട് വെട്ടിയ ശേഷം കുറച്ച് എക്സ്ട്രാ മെയിൻ ക്ലോത്ത് ഇട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത ശേഷം എക്സ്ട്രാസ് വെട്ടിക്കളയുക. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഫ്രണ്ടും ബാക്കും അടിച്ചെടുത്ത ശേഷം ഷോൾഡർ ജോയിൻ ചെയ്യുകയാണ്. ഷോൾഡർ ജോയിൻ ചെയ്യാൻ ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഷോൾഡർ സ്ലോപ്പ് ഞാൻ കട്ട് ചെയ്തിട്ടില്ല. ഈ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതൊന്ന് കണക്കാക്കിയിട്ട് ഇപ്പുറത്ത് വരച്ചിട്ടുണ്ടല്ലോ അത് കറക്റ്റായിട്ട് കണക്കാക്കിയിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഷോൾഡറും ജോയിൻ ചെയ്യാൻ നമുക്ക് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ഇവിടെ ഞാൻ വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സാധാരണ ചെയ്യുന്ന പോലത്തെ ഒരു മെത്തേഡിലാണ് ഷോൾഡർ ജസ്റ്റ് നല്ല വശവും കൂടി എടുത്തിട്ട് ആ മാർക്ക് ചെയ്ത ലൈനിൽ കൂടെ ഞാനൊന്ന് ഷോൾഡർ ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മളുടെ ഈ ഒരു ഗോൾഡൻ പാർട്ട് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു തുണി കട്ട് ചെയ്യണത് നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ അതിങ്ങനെ നെക്ക് സ്റ്റിച്ച് ചെയ്ത ശേഷം കട്ട് ചെയ്യുകയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് എളുപ്പം. അതുകൊണ്ടാണ് ഞാനത് കഴിഞ്ഞ വീഡിയോയിൽ കട്ടിങ് പാർട്ടിൽ കാണിക്കാഞ്ഞത്. അതിനായിട്ട് നമ്മൾ ഡബിൾ ലെയറിലാണ് ആ ഗോൾഡൻ കളർ തുണി ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സൈസ് എങ്ങനെ കണക്കാക്കുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇതുപോലെ ഷോൾഡർ ജോയിൻ ചെയ്ത ശേഷം ഇതുപോലെ നിരത്തി ഇടുമ്പോൾ നിങ്ങൾക്ക് ലെങ്ത്തും ആ ഒരു നെക്കിൻ്റെ അത്ര കിട്ടണം. അതേപോലെ വിഡ്ത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം വെച്ചാൽ അതിൻ്റെ ചുറ്റും നമുക്കൊരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്യാനുള്ള അത്ര വിഡ്ത്ത് വേണം. അപ്പോൾ ഓരോ പീസായിട്ട് കട്ട് ചെയ്താലും മതി. ഞാനിപ്പോൾ ഇത് ഡബിൾ ലെയറിൽ ഇട്ടിട്ട് ഞാൻ കുറച്ച് നടുവിലേക്ക് കയറ്റി വെച്ചിട്ട് ചുറ്റും 2.5 ഇഞ്ച് കിട്ടുന്ന രീതിയിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഒരുമിച്ച് കട്ട് ചെയ്തെടുക്കണമെന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇത് നമ്മൾ കറക്റ്റായിട്ട് 2.5 ഇഞ്ച് ചുറ്റും ഇതേ ഷേപ്പ് തന്നെ നമ്മളൊന്ന് ഫോളോ ചെയ്ത് വരയ്ക്കുക. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇപ്പോൾ എനിക്ക് 2 ക്ലോത്ത് ഒരേപോലത്തെ ടിഷ്യൂ ക്ലോത്ത് ആയതുകൊണ്ട് ഇതിൻ്റെ ഫ്രണ്ടും ബാക്കൊന്നും വിഷയമില്ല. പക്ഷേ നിങ്ങളെടുക്കണത് പ്രിൻറ്റഡ് ക്ലോത്തൊക്കെ ആണെങ്കിൽ രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ഇതുപോലെ മേലേക്ക് ചേർത്ത് വെച്ചിട്ട് ഇതിൻ്റെ ഔട്ടർ ലൈനിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഔട്ടർ ലൈനിൽ കൂടെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വളവുകളൊക്കെ നമ്മൾ തിരിച്ചെടുക്കുമ്പോൾ വൃത്തിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നെക്കും ഇതൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ചെറിയ നോച്ചസ് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ത്രെഡിൽ അതായത് സ്റ്റിച്ചിൽ കൊള്ളാതെ ഇങ്ങനെ നമുക്ക് ചെറിയ നോച്ചസ് ഇട്ടിട്ട് ഈ തുണി ഒന്ന് തിരിച്ചെടുക്കാം. ഇതൊന്ന് തിരിച്ചെടുത്ത ശേഷം പിന്നെ നമുക്കിത് നെക്കിൽ വെച്ചിട്ടൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ നെക്കിൻ്റെ റോ എഡ്ജസ് ഇതിൽ കൂടെ അങ്ങനെ കവറായി പോയിക്കോളും. ഓക്കെ, അപ്പോൾ നെക്കിൻ്റെ ഇത് ചീത്ത വശത്ത് വെക്കുക, അതായത് ലൈനിങ്ങിൻ്റെ സൈഡിൽ വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ടിത് നല്ല വശത്തേക്ക് തിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ഇത്തവണ. ഓക്കെ, അപ്പോൾ അതാ നമ്മൾ ബാക്ക് സൈഡിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നു, എന്നിട്ട് പുറത്തേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ നമ്മളിങ്ങനെ വലിക്കാതെ ആ ഒരു ഷേപ്പ് അങ്ങനെ കറക്റ്റായിട്ട് വെച്ചിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അതല്ലെങ്കിൽ അത് നമ്മൾ പുറത്തേക്ക് എടുക്കുമ്പോൾ ഭയങ്കര അൺഈവനായിട്ട് തോന്നും. അപ്പോൾ ഇതുപോലെ പതുക്കെ ചെയ്താൽ മതി. പതുക്കെ ചെയ്തിട്ട് വീണ്ടും നമ്മൾ നേരത്തെ കട്ടിട്ട് കൊടുത്തല്ലോ, എപ്പോഴും നമ്മൾ ഈ ഒരു വളവും തിരുവൊക്കെ ഉള്ള സംഭവങ്ങൾ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ അവിടെ ഒരു നോച്ചസ് ഇട്ട് കൊടുത്തിട്ട് വേണം അതിനെ നല്ല സൈഡിലേക്ക് തിരിക്കാൻ. അപ്പോഴാണ് ആ ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇതൊക്കെ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്ര ഡീറ്റെയിൽഡായിട്ട് പറയുന്നത്. അറിയുന്നവർക്കൊക്കെ ഇത് ബോറടിക്കുന്നുണ്ടാവും. പിന്നെ ഇത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഷോൾഡർ നമ്മൾ ജോയിൻ ചെയ്തിട്ടുള്ള ആ ഒരു പോർഷൻ ഉണ്ടല്ലോ അത് ബാക്ക് സൈഡിലേക്ക് ആക്കിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി വൃത്തിയായിട്ട് ഷോൾഡർ ഇവിടെ നിൽക്കും. എപ്പോഴും കുർത്തിക്കാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ ചെയ്യുക. ബാക്ക് സൈഡിലോട്ട് അത് നമ്മളിത് ഫ്രണ്ടിലേക്ക് വെച്ചിട്ട് താഴത്തുള്ള ആ ഒരു വൈറ്റ് പാർട്ട് കാണാത്ത രീതിയിൽ നമ്മൾ ഒരു മേലടി അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഏറ്റവും സൈഡ് കൂടെ നെക്കിൻ്റെ അടുത്ത് കൂടെ നമ്മളിതൊന്ന് പതിച്ചടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ക്യൂട്ടായിട്ടുള്ളൊരു നെക്ക് നമുക്ക് കിട്ടും. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ബാക്കിൽ ഇതുപോലെ ഒരു വൈഡായിട്ട് ലോ ആയിട്ടൊരു വി നെക്കും ഫ്രണ്ടിൽ ഇതുപോലെ ഭംഗിയായിട്ടിരിക്കുന്നുണ്ട്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ. ഇനി നമുക്ക് വേണ്ടത് നെക്ക് നമ്മൾ ഓൾറെഡി ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. ഇനി വേണ്ടത് ഇതുപോലെ നമ്മളൊന്ന് 2 സൈഡത്തെയും കൂടിയും കൈക്കുഴി ഒന്ന് അളന്ന് നോക്കുമ്പോൾ 15 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് അളക്കണം എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന ക്ലോത്തിന് എത്ര നീളം വേണം നോക്കാനാണ്. അപ്പോൾ ഇതൊരു ക്രോസ് പീസാണ്. ക്രോസ് പീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെരിച്ച് കട്ട് ചെയ്യില്ലേ, എന്നാലാണ് അത് വൃത്തിയായിട്ട് നിൽക്കുള്ളൂ. സാധാരണ സ്ട്രെയിറ്റ് പീസ് വെച്ച് കഴിഞ്ഞാൽ നിൽക്കില്ല. ഇതും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഞാനത് 2 ഇഞ്ചാണ് വീതി എടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് 2ആക്കി മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയതാണ്. അപ്പോൾ വീണ്ടും നൂല് പൊട്ടി. അപ്പോൾ നമ്മളത് സ്റ്റിച്ച് ചെയ്ത് പതുക്കെ വലിക്കാതെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇതൊന്ന് ഫിനിഷ് ചെയ്തെടുക്കുക. എന്നിട്ട് വീണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളവും ചെരുവൊക്കെ അടിക്കുമ്പോൾ നോച്ചസ് ഇട്ട് കൊടുക്കണു. എന്നിട്ടത് തിരിച്ച് താഴേക്ക് മടക്കി വെച്ചിട്ട് നമ്മളൊന്ന് നീറ്റായിട്ടൊന്ന് ഫിനിഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും.
അപ്പോൾ നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നിങ്ങളിത് ചെയ്ത് നോക്കിയാലും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും എന്ത് ഫീഡ്ബാക്ക് ഉണ്ടെങ്കിലും നമുക്ക് താഴെ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. നമ്മൾ നോച്ചസ് ഇട്ട് കൊടുത്തു. പിന്നെ തിരിച്ചു വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് അതിനെ ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് ഇതുപോലെ മടക്കി അടിച്ചു കൊടുക്കുമ്പോൾ നമ്മളുടെ ഒരു സൈഡ് നല്ല ഫിനിഷായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ആ ബാക്കിൽ നമ്മൾ കെട്ടാനുള്ള വള്ളിക്ക് വേണ്ടിയിട്ട് വെട്ടി വെച്ചിട്ടുണ്ടല്ലോ, അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ കോർണറിൽ ഞാനിപ്പോൾ വരച്ച് കാണിച്ചു തരാം. നമ്മൾ ഒരു സൈഡ് 4 ഇഞ്ചും ഒരു സൈഡ് 3 ഇഞ്ചും ആണല്ലോ എടുത്തത്. അപ്പോൾ ആ 4 ഇഞ്ച് എടുത്ത സ്ഥലത്താണ് നമ്മളിതുപോലെ ചെയ്യുന്നത്. കോർണറിൽ നിന്ന് ഇതുപോലൊരു ഷേപ്പ് താഴേക്ക് കൊടുത്തിട്ട് പിന്നെ 4 ഇഞ്ചിൽ താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല വശങ്ങൾ തമ്മിൽ ജോയിൻ ചെയ്തിട്ടാണ് നമ്മൾ ബാക്കിൽ കൂടെയാണ് സ്റ്റിച്ച് ചെയ്ത് പോകുന്നത്. എന്നിട്ട് ആ താഴെ നമ്മൾ സ്പേസ് കൊടുക്കണ്ടല്ലോ, അതിലൂടെ നമ്മളിതിൻ്റെ എക്സ്ട്രാസ് കട്ട് ചെയ്ത ശേഷം എന്തെങ്കിലും ഷാർപ്പായിട്ടുള്ള സാധനത്തിലൂടെ ഇത് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ നല്ല വശമാണ് പുറത്തേക്ക് വരേണ്ടത്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പം ഞാൻ അങ്ങനെ 2 എണ്ണവും സ്റ്റിച്ച് ചെയ്തിട്ട് അതിൻ്റെ നല്ല വശമൊക്കെ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് അതിന് ശേഷം ഇത് രണ്ടും കൂടി ഒന്ന് വെച്ച് നോക്കിയിട്ട് കറക്റ്റ് ലെങ്ത്ത് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കും. ഇനി നമുക്ക് നമ്മുടെ സ്കേർട്ട് പാർട്ടും അതുപോലെ ബോഡി പാർട്ടും കൂടി ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെയും ഞാൻ ജോയിൻ ചെയ്യാനും കൂടി ഒരു ടിപ്പ് പറഞ്ഞുതരാം. ആദ്യം നമ്മളിത് രണ്ടിൻ്റെയും സെൻറ്റർ, അതായത് ബോഡി പാർട്ടിൻ്റെ സെൻറ്ററും അതുപോലെ നമ്മൾ എടുക്കുന്ന തുണിയുടെ സെൻറ്ററും നമ്മളൊന്ന് മാർക്ക് ചെയ്ത് ഇതുപോലെ പിൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഒരേപോലെ പ്ലീറ്റ്സ് ഇട്ട് എടുക്കാൻ പറ്റും.